വർത്തമാന സംഭവങ്ങളുടെ വാസ്തവങ്ങളുടെ സ്കാൻ റിപ്പോർട്ട്, CT സ്കാൻ റിപ്പോർട്ടർ. ഗാന്ധിമാർഗം എന്ന് പറയുന്നത് ഇവിടുത്തെ സർവോദയക്കാർ പറയുന്നത് പോലെ അത് പച്ചവെള്ളം കഴിക്കുന്നവർക്ക് ഉള്ള ഒരു ആയുധമല്ല. നേരെ മറിച്ച് മാർക്സിസം പോലെ പാവങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് മാർക്സിസവും ഗാന്ധിസവും തമ്മിൽ പണ്ട് കോൺഗ്രസ്സുകാരുണ്ടാക്കിയൊരു വിടവുണ്ടല്ലോ, ആ വിടവിനെ ഞാൻ നിരാകരിക്കും. പിന്നെ ജനാധിപത്യത്തിൽ വന്നിട്ട് നടക്കുമ്പം ഇവിടെ ഒരിക്കലും ഒരു ഓർഗനൈസ്ഡ് റെവല്യൂഷൻ ഉണ്ടാവില്ല. ഞാൻ ഈ പറയുന്നതൊക്കെ അവരുടെ ഇടയിലും കേൾക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. ഇന്ദിരാഗാന്ധി തുടങ്ങിയത്, ഞാൻ കോൺഗ്രസിൽ നിന്ന് വിടുന്നത് സഞ്ജീവ റെഡ്ഡിയെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാക്കി രാഷ്ട്രപതി. കുറച്ചു കഴിയുമ്പോൾ ഒരു മറ്റേ സ്വതന്ത്രനായിട്ട് നോമിനേഷൻ കൊടുത്ത ഗിരിയാണ് നമ്മുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥി. എന്നിട്ട് നിങ്ങൾ മനസാക്ഷി അനുസരിച്ച് അന്ന് വഞ്ചന തുടങ്ങി. അപ്പോഴാണ് കാമരാജെല്ലാം മാറിയത്. കാമരാജ് പോകാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആദർശമുള്ള ഒരാൾ വേറെ ആ ഒരു ഈവന്റിലാണ് മാഷ് ഒരു തിരിച്ചു നടത്താൻ ഉണ്ടായതല്ലേ. ഗാന്ധി പറഞ്ഞ അതൊക്കെ പോയി, അവര് സ്വന്തം ജീവൻ തന്നെ കളഞ്ഞു അവസാനം. ഇപ്പൊ ദേശത്തിന് ഒരു പാർട്ടിയില്ല, ഉള്ളത് സർവോദയ പാർട്ടിയാണ്. അവര് തേനുണ്ടാക്കുകയോ ഒക്കെ വിൽക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. അവരുടെ കൂടെ ഗാന്ധിസ്റ്റുകൾക്ക് നിൽക്കാൻ പറ്റും. ഈ ഒരു ഗാന്ധിയൻ മൂല്യബോധം പുനർജനിക്കാനുള്ള ഒരു സ്കോപ്പ്, ഒരു സാധ്യത നമ്മളിങ്ങനെ വഴി ഉണ്ടാക്കാൻ കഴിയുമെന്ന് നോക്കുകയാണ്. വർത്തമാന സംഭവങ്ങളുടെ വാസ്തവങ്ങളുടെ സ്കാൻ റിപ്പോർട്ട്, CT സ്കാൻ റിപ്പോർട്ടർ.